പലപ്പോഴും പ്രമേഹ രോഗികളിൽ ഉള്ള ചില ശീലങ്ങൾ ചിലപ്പോൾ അതൊരു ഒറ്റ ശീലമാകാം. മാറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തിയിലെ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം വളരെ കൺട്രോൾഡ് ആയിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പലപ്പോഴും പല വ്യക്തികൾ ഇതുപോലെ ബാക്കിയെല്ലാം കൺട്രോൾ ചെയ്യും, പക്ഷേ എനിക്ക് മധുരമില്ലാതെ ഒരു ചായ പറ്റില്ല, അല്ലെങ്കിൽ ചായയ്ക്ക് മധുരം മസ്റ്റാണ് എന്ന് പറയുന്ന ആൾക്കാർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പം ഒരു മധുര പലഹാരം കഴിക്കുന്നതിന് വലിയൊരു ഇമ്പാക്റ്റാണ് റെഗുലർ ബേസിസിൽ കഴിക്കുന്ന ഇത്തരത്തിലെ പാനീയങ്ങൾ. അതുപോലെ ചില തരത്തിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ സൂതനിങ് ഇഫക്റ്റ് കിട്ടുന്ന ചില സിറപ്പുകൾ, ചില മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ആയിരിക്കാം, അത് സിറപ്പ് രൂപത്തിൽ കഴിക്കുക. അല്ലെങ്കിൽ ചില ആയുർവേദിക് പ്രിപ്പറേഷൻസ് ഉണ്ടാവാം, അതിൻ്റെ മധുരമുള്ള വേർഷൻ കഴിക്കുക. ഇത്തരത്തിലുള്ള ഒരു ശീലമായിരിക്കാം പലപ്പോഴും അവരുടെ ഡയബറ്റീസ് അതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനോ കൂടി വരാനോ ഉള്ള കാരണം. അവർ പലതും ചെയ്യുന്നുണ്ടായിരിക്കാം, ഈ ഷുഗർ കുറയ്ക്കാനായിട്ട് വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു സംഭവം അവിടെ അൺക്രാക്ഡ് ആയിട്ട് ഇരിക്കാത്ത ഒരു മിസ്റ്ററി പോലെ അവിടെ ഇരിക്കും. അതുകൊണ്ട് മാത്രം അവരുടെ ഷുഗർ എന്നും ഒരേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലെ ശീലങ്ങൾ ഓരോ വ്യക്തിയിൽ ഉണ്ടോ എന്ന് സ്വയം കണ്ടെത്താൻ പറ്റണം. അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ ആ ശീലം കട്ട് ഓഫ് ചെയ്താൽ മാത്രമേ ഷുഗർ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും കുട്ടികളിൽ നമ്മളൊരു അഡോളസെൻ്റ് ഏജ് ആവുന്നതിന് മുമ്പ് ഷുഗർ ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ കാണാറുണ്ട്. അപ്പം അതിൻ്റെ പിന്നിലും ഇത്തരത്തിലെ കുറേ ശീലങ്ങളായിരിക്കാം. അതായത് റെഗുലർലി നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഒരു സ്നാക്കിംഗ് എന്നുള്ളൊരു പുതിയ സംസ്കാരം നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാക്കിംഗ് ഹാബിറ്റ് ഇതേപോലെ കൊണ്ടുപോയി വന്ന് വരുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം നമ്മൾ നോക്കുമ്പം ആള് എന്താ പറയുക, ആക്റ്റീവാണ്, ഫിസിക്കലി ആക്റ്റീവാണ്, വേറെ വലിയ ആഹാരത്തിലാണെങ്കിലും ഓൾമോസ്റ്റ് നോർമൽ ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്. പക്ഷേ ഈ സ്നാക്കിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ ബിഞ്ചിങ് ഹാബിറ്റ് എന്ന് പറയും, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കുറിക്കുക, കഴിക്കുക, ഇത്തരത്തിലെ ശീലങ്ങളായിരിക്കും അവരെ ഡയബറ്റിസ് എന്നുള്ളൊരു ഇത്രയും വലിയൊരു ഗ്രേവ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് അതിൻ്റെ ഒരു ഡോർ സ്റ്റെപ്പിൽ എത്തിച്ചു നിർത്തുകയും ആ ഒരു കണ്ടീഷനിലേക്ക് പോവാൻ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലെ ചെറിയ ചെറിയ ഓരോ ശീലങ്ങൾ, ചില വ്യക്തികളിൽ സ്ട്രെസ് ആയിരിക്കും ഡയബറ്റീസിന് കാരണം. സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഉറക്കം പ്രോപ്പർ ആവാത്തതായിരിക്കും. അപ്പോൾ ഈ സ്ട്രെസ് കൺട്രോൾ ചെയ്യാതെ ബാക്കി എന്ത് ചെയ്താലും ഡയബറ്റീസ് കൺട്രോൾഡ് ആവണമെന്നില്ല. അപ്പം അവരവരിലെ ട്രിഗറിങ് ഫാക്ടർ അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ഫാക്ടർ എന്താണോ, എന്തുകൊണ്ടാണോ ആ വ്യക്തിയിലെ ബ്ലഡ് ഷുഗർ ലെവൽസ് കുറയുന്നില്ല എന്നുള്ളത് അസസ് ചെയ്ത് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്താൽ മിക്കവാറും മരുന്നുകളുടെ സഹായം കൂടാതെ തന്നെ ആ വ്യക്തിക്ക് ബ്ലഡ് ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും.